നിങ്ങൾ പറയുന്നു എനിക്കതൊന്നും ചോദിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ ഞാൻ MP സ്ഥാനം രാജിവെച്ച് തരാമെന്ന് പറയുന്നു. ഈ സാഹചര്യത്തിലേക്ക് ലക്ഷദ്വീപിനെ എത്തിക്കാനാണോ ഇത്രയും ജനങ്ങൾ മുഴുവനും നിങ്ങൾക്ക് വോട്ട് ചെയ്തത്? ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഓരോ വിഷയങ്ങളും തെറ്റിദ്ധരിപ്പിക്കുകയും ജനങ്ങളുടെ മുകളിലേക്ക് താൽക്കാലികമായിട്ട് അതൊക്കെ ഞാനാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ല. തിരിച്ചു നിങ്ങൾക്ക് വരുമ്പോ അതിനെതിരെ മൗനം, ഒരക്ഷരം പോലും പറയാതെ ജനാധിപത്യപരമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച അധികാരങ്ങളെ ഒരു പാർലമെന്റിൽ അംഗമെന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നിങ്ങൾ ഒളിച്ചോടിപ്പോയിക്കൊണ്ട് ഒരു വിഷയത്തിലേക്കും നിങ്ങൾ കടന്നു ചെല്ലുന്നില്ല. ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇത് ലക്ഷദ്വീപിൽ കടന്ന ഓരോ വിഷയങ്ങളും ജനങ്ങളെ നേരിട്ട് എഫക്ട് ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ കഴിഞ്ഞ 2 വർഷം, ഏകദേശം 2 വർഷമാകുമ്പോൾ സാധാരണ നിങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏത് പ്രദേശത്തെയും MLA മാരോ MP മാരോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തെ MP മാരോ MLA മാരോ നിങ്ങൾ കാണുന്നുണ്ടാവും അവരെ ഒരു പ്രദേശത്തേക്ക് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയായിട്ട് കാണാൻ സാധിക്കും. 2 വർഷമായിട്ട് ലക്ഷദ്വീപ് ഇതുവരെ എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നുപോയി. എന്തൊക്കെ പ്രശ്നങ്ങൾ ഞാനിപ്പോ എണ്ണിയാൽ തീരാൻ പോകുന്ന നമ്മുടെ ഭൂമികൾ പിടിച്ചെടുത്തിട്ട് എണ്ണക്കരയിൽ പള്ളി പൊളിച്ചു മാറ്റി 56J അടക്കം വെച്ചുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുന്നു. യാത്രാ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഓരോ ദിവസം നമ്മുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന വില വർധനവ്, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ തവണയായിട്ട് ഇപ്പോഴും നമ്മളെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മ അങ്ങേയറ്റം രൂക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇതൊക്കെ ഒരു വിഷയമല്ലേ? ജനാധിപത്യപരമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ? പൊതുജന മധ്യത്തിൽ കാണിച്ചു കൊടുക്കേണ്ട വിഷയങ്ങളല്ലേ അതൊക്കെ? ഈ വിഷയങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഈ 2 വർഷത്തിൽ എവിടെയെങ്കിലും എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, എന്റെ പ്രസംഗം ശ്രമിക്കുന്നവരെ, ഇന്നത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് ഏതെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയായിട്ട് കാണാൻ സാധിക്കും? ലക്ഷദ്വീപിലെ ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? ലക്ഷദ്വീപിന്റെ ഭരണശിലാ കേന്ദ്രങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ തരുന്നില്ല. യാത്രാ സൗകര്യങ്ങൾ, യാത്രകൾ നിഷേധിക്കുന്നു. ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾക്ക് ഹെലികോപ്റ്റർ, ആംബുലൻസുകൾ ലഭിക്കുന്നില്ല. ആംബുലൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് സന്നിധാനത്തിലേക്ക് ലക്ഷദ്വീപിന്റെ ഭരണത്തലവൻ സ്വന്തം ഹെലികോപ്റ്റർ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഹെലികോപ്റ്റർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതൊക്കെയല്ലേ വാർത്തകൾ? ഇന്ന് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങളുണ്ട് ഇവിടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ കാര്യങ്ങൾ ചിലപ്പോ നടന്നോളണമെന്നില്ല. കാരണം ഭരണപക്ഷത്ത് ഉള്ള ആൾക്കാർ ചെയ്തതും പ്രതിപക്ഷത്തുള്ള ആൾക്കാർ ചെയ്തതും പ്രതിപക്ഷത്തുള്ള ആൾക്കാർക്ക് പറയുന്നതൊക്കെ നടക്കണമെന്നില്ല. അതിന്റെ അർത്ഥം ഇവിടെ ഒന്നും പ്രതികരിക്കണ്ട എന്നാണോ? ഇവിടെ ജനങ്ങളുടെ വിഷയങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൊണ്ടുവരണമെന്നാണോ? ലോക്സഭയുടെ ശ്രദ്ധയിൽ വേണ്ടെന്നാണോ? മന്ത്രാലയങ്ങളിൽ കൊണ്ടുവരേണ്ടെന്നാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം നിരന്തരം ഓരോ വിഷയങ്ങളിലും മോദിയേക്ക് എതിരായിട്ട് മോദി നടത്തുന്ന ഓരോ വിഷയങ്ങളിലും പാർട്ടിയുടെ ലോക്സഭയുടെ ഒപ്പോസിഷൻ ലീഡർ എന്ന നിലക്കും കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് എന്ന നിലക്കും MP എന്ന നിലക്കും അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പത്രമാധ്യമങ്ങളെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പത്രക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ലക്ഷദ്വീപിൽ അങ്ങനത്തെ വിഷയമില്ലേ? അണ്ടമാനിലേക്ക് രാഹുൽ ഗാന്ധി പോയപ്പോ അവിടുത്തെ വൃക്ഷങ്ങളും അവിടുത്തെ എക്കോളജിക്കലി ഫ്രജൈൽ ഏരിയയിലുള്ള കാര്യങ്ങൾ, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ കുത്തക മുതലാളിമാർക്ക് അന്തമാൻ ദ്വീപ് എഴുതി കൊടുക്കാൻ പോകുന്ന കാര്യം അവിടുത്തെ ഏതോ പൊതുപ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോ രാഹുൽ ഗാന്ധി അണ്ടമാനിലേക്ക് പോയി അവിടെ നിന്നും വീഡിയോ ചെയ്ത കാര്യങ്ങൾ വന്നപ്പോ എന്തുകൊണ്ട് ഇവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് മാത്രമല്ല, അദ്ദേഹം LTCCയുടെ പ്രസിഡന്റ് കൂടിയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ, നിങ്ങൾ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. എന്തുകൊണ്ട് ഇത്രയും പ്രശ്നം അനുഭവിക്കുന്ന നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടേലെ പേടിയെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ലക്ഷദ്വീപിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരുന്നില്ല? രാഹുൽ ഗാന്ധിയെ കൊണ്ട് സന്ദീപ് വാര്യരെ പോലും കൊണ്ടുവരേണ്ട ജില്ലയാണ്. ഞാൻ തമാശ പറഞ്ഞല്ല. രാഹുൽ ഗാന്ധിയെങ്ങാനും ഇവിടെ വന്നിരുന്നുവെങ്കിൽ അന്ന് ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കുകയായിരുന്നുവെങ്കിൽ ലക്ഷദ്വീപിന്റെ വിഷയങ്ങൾ എവിടെ എത്തുമായിരുന്നു? ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമായിട്ട് എത്രത്തോളം നമുക്ക് ജനശ്രദ്ധ കിട്ടുമായിരുന്നു? എത്രത്തോളം വാർത്താ മാധ്യമങ്ങൾ അതിനെ പിന്തുടരുമായിരുന്നു? അതുമായിട്ട് കൊണ്ട് വൈകുന്നേരത്തെ ഒരുപാട് ചർച്ചകൾ നാഷണൽ മീഡിയയിൽ വരുമായിരുന്നു. അതൊന്നും അറിയാഞ്ഞിട്ട് ചെയ്യാത്തതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്?
ഇവിടെ ഇരിക്കുന്നവരെ, എന്റെ പ്രസംഗം ശ്രമിക്കുന്നവരെ, ഇതൊന്നും ഇന്നത്തെ ലക്ഷദ്വീപ് ടെറിട്ടോറിയൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഇന്നത്തെ മെമ്പർ ഓഫ് പാർലമെന്റിന് അറിയാതെ ചെയ്തതാണോ? അദ്ദേഹം കരുതി കൂട്ടി രാഹുൽ ഗാന്ധിയെ വരണ്ട എന്ന് പറയാണ്. എന്തുകൊണ്ട്? സന്ദീപ് വാര്യർ വന്നു കഴിഞ്ഞാൽ BJP-ക്കെതിരെ സംസാരിക്കും, കോട പട്ടേലിനെതിരെ സംസാരിക്കും, BJP-യുടെ നിലപാടിനെതിരെ സംസാരിക്കും. അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്ന വ്യക്തി. തൊട്ടടുത്തുള്ള നമ്മളെ പോലെയുള്ള യൂണിയൻ ടെറിട്ടറിയിലേക്ക് അണ്ടമാൻ നിക്കോബാറിലേക്ക് രാഹുൽ ഗാന്ധി പോയിട്ട് അവിടുത്തെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങോട്ടേക്കെങ്ങാനും കടന്നു വന്നു പോയാൽ പിന്നെ എന്നെ ആഫീസ് കൂട്ടി പോകുന്ന ലഭിച്ചാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു, ഇവിടെ BJP ആണ് കേന്ദ്രത്തിലും കോട പട്ടേലാണ് അഡ്മിനിസ്ട്രേറ്റർ എങ്കിലും ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നത് ഇന്നത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് ആയ നിങ്ങളുടെ LTCC പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വരുമെന്ന് 1000 തവണ പറഞ്ഞപ്പോൾ ഇത് തന്നെയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത്, കീഴടങ്ങൽ. ഈ കീഴടക്കമാണ് നമ്മൾ ലക്ഷദ്വീപിൽ ഇന്നത്തെ പ്രശ്നം. ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ തെരുവിളിക്കാൻ വേണ്ടിയിട്ട് ഒരു നിൽക്കുന്നുണ്ട്. എന്താ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നത്? ഉന്നത ഉദ്യോഗസ്ഥന്മാരെ, അഡ്വൈസറും മറ്റുള്ള സെക്രട്ടറിമാരും ഓരോ ആഴ്ചക്കാഴ്ചക്ക് ഉത്തരവിറക്കാണ്, റോഡുകൾ ക്ലോസ് ചെയ്യാണ്. കവരത്തിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് ക്ലോസ് ചെയ്യാണ്. എന്താണ് ക്ലോസ് ചെയ്യുന്നത്? റോഡ് അടച്ചിട്ട് അവിടെ ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ല വൈകുന്നേരത്തിൽ. ആർക്കാണ് തോന്നുന്നത്? ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി ലോൺ എടുത്തുകൊണ്ട് അവിടെ കച്ചവടം ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്ക്, അതുപോലെ LPG ഗോഡൌണിൽ ഹെലിപ്പാഡിലേക്ക് വൈകുന്നേരം 6 മണി ശേഷം ഏറ്റവും കൂടുതൽ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഇടവേളകളിൽ നമ്മുടെ വീട്ടുകുടുംബങ്ങൾ സഹോദരിമാരൊക്കെ യാത്ര ചെയ്യുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പാടില്ല. എവിടെന്നാ ഈ അഡ്വൈസർക്കും ഈ സെക്രട്ടറിക്കും ഇത് ധൈര്യം കിട്ടുന്നത്? ഉത്തരവിറക്കാൻ എങ്ങനെ ധൈര്യം കിട്ടുന്ന ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ഉണ്ടായിരിക്കെ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക്, അവർക്ക് നാളേക്ക് നാൾ ഓരോ ദിവസവും തോന്നിയ പോലെ അറബ് രാഷ്ട്രം ഭരിക്കുന്ന രാജാക്കന്മാരെ പോലെ ഡൈവേർഷൻ ക്യാൻസൽ ആക്കുന്നു, സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നു, ബാക്കിയുള്ള പിടിച്ചേട്ടാൻ നോക്കുന്നു, 56 റൂൾ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുന്നു. MSc പോലുള്ള ഡിഗ്രി കഴിഞ്ഞ് ഏതെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി മൾട്ടി സ്കിൽഡ് എംപ്ലോയി ആയിട്ടുള്ളവർ റോഡ് അടിക്കാൻ വിടുന്നു. ഇവിടെ ലക്ഷദ്വീപുകാർക്ക് ഒരു വിലയുമില്ലേ? ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് അഭിമാനമില്ലേ? ലക്ഷദ്വീപിൽ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ് ഇല്ലേ? എങ്ങനെ ധൈര്യം കിട്ടുന്നു അവർക്ക്? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടി? അതാണ് ഞാൻ പറഞ്ഞത്, അടിയറവ് പറയുന്നു. ഈ അടിയറവ് പറച്ചിൽ IAS ബുദ്ധിക്കാർക്ക് മനസ്സിലാക്കാൻ സമയം വേണ്ട. ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർക്ക് ഇതിനൊന്നും ഒരു വിഷയമല്ല എന്ന് ഒരു ഉദ്യോഗസ്ഥന് തോന്നിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ് ഇവിടെ നടക്കുന്ന വിഷയങ്ങളുമായിട്ട് യാതൊരു ബോധ്യവുമില്ല, അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ല, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുള്ളൊരു സമീപനമാണ് ഇന്നത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് ഉദ്യോഗസ്ഥന് തോന്നിക്കഴിഞ്ഞാൽ അവരെ കേട്ടും അഹങ്കാരികളാവുന്ന വേറെ ഉണ്ടാവില്ല. നിങ്ങൾ ഇത് വെച്ചു, IAS ഓഫീസർമാരെക്കാളും അഹങ്കാരികളാവുന്നവർ വേറെ ആരും കാണാൻ പറ്റില്ല. ഇന്ന് ലക്ഷദ്വീപിലെ അഡ്വൈസർ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഹെലികോപ്റ്റർ യാത്ര ചെയ്യണം. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അഡ്വൈസർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്? കണ്ടിട്ടുണ്ടോ നിങ്ങളായിരുന്നു? ഇന്ന് ഹെലികോപ്റ്ററുകൾ വന്ന് അകത്തിൽ കിടന്നു കഴിഞ്ഞാൽ സാധാരണ ദ്വീപുകാർക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹെലികോപ്റ്റർ 3-4 സോട്ടി വരും, അതിന്റെ ഇവാക്വേഷൻ തിരക്ക് വരും. 1-2-3 ദിവസം അകത്തിൽ കെട്ടിക്കിടക്കേണ്ട സാഹചര്യത്തിൽ അഡ്വൈസർ വരികയാണെങ്കിൽ ആ ഹെലികോപ്റ്റർ ഒറ്റയാളും കിട്ടില്ല. മനസ്സിലാക്കിയത് എവിടെ നിന്ന് കിട്ടിയ ധൈര്യം? അഡ്വൈസർക്ക് എവിടെ നിന്ന് കിട്ടിയ ധൈര്യം? നാളേക്ക് പുതിയ ഉത്തരവുകൾ ഇറങ്ങുന്നു. ആര് ചോദിക്കാൻ, ആര് പറയാൻ? അവർ പറയുന്ന സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് പ്രതിബദ്ധത? ഞങ്ങൾ കോട പട്ടേൽ അവസാനം എഴുതി തരുന്ന ഗുഡ് റിമാർക്സ് മാത്രം മതി, അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യമെങ്ങാനും പാർലമെന്റിൽ, ഇവിടെ ഹെലികോപ്റ്റർ കിട്ടാത്ത സമയത്തും മറ്റിതര സമയങ്ങളിലൊക്കെ തന്നെ പണ്ടൊക്കെ പാർലമെന്റിൽ ഉച്ചയിച്ചിരുന്നു. ഹെലികോപ്റ്റർ VIP സർവീസിന് ഓടിച്ചിരുന്നു ചോദിച്ച് പാർലമെന്റ് ഉന്നയിച്ചിരുന്നു. അന്നൊക്കെ ചോദ്യം വരുമ്പോഴേക്കും ഇവിടുത്തെ ഓഫീസർമാർക്ക് കിടുകിട പറച്ചിരുന്നു. ഇവിടുത്തെ ഫണ്ടുകൾ തോന്നിയവാസം പോലെ വിനിയോഗിക്കുമ്പോൾ ഹോം മിനിസ്ട്രിയിൽ നിന്നും അന്നത്തെ മെമ്പർ ഓഫ് പാർലമെന്റ് കത്ത് വന്നിരുന്നു. ഏത് അടിസ്ഥാനത്തിലാണ് ഫണ്ട് മാറ്റി ഉപയോഗിക്കുന്നത്?
ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് പേര് എഴുതാൻ ധൈര്യപ്പെടില്ല. ഇവിടെ ഒന്നിനും ഒരു ചോദ്യവുമില്ല. റോഡൊക്കെ അടക്കുകയായിട്ട് അടച്ചു മാറ്റിക്കോളൂ. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തോളൂ. ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ഈ സ്റ്റോപ്പ് മെമ്മോ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഈ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സ്വന്തം ദ്വീപിലുള്ള ആന്ധ്രാദ്വീപിൽ പ്രത്യേകിച്ചുള്ള തൊഴിലാളികൾ അവരുടെ ഉപജീവന മാർഗം